we are studying to research. റിസർച്ചിൽ നമ്മൾ യുവ സ്റ്റുഡൻസിനെ കൊടുക്കുന്ന ഒരു മെത്തേഡ്സിൻ്റെ രീതി ഞാൻ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാം. ഞാൻ ഇത്രയും പറഞ്ഞത് വെച്ച് കൂടാതെ റിസർച്ചിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടൊരു സബ്ജക്റ്റ് കൊടുക്കുക. സ്റ്റുഡൻസ് വിൽ ഓഫൺ ദി പ്രൊപ്പോസ്ഡ് ഷോർട്ട് പ്രൊജക്റ്റ് ആൻഡ് പിക്ക് ഡോക്യുമെൻ്ററീസ് അബൌട്ട് പിക്ക് topics such as AIDS or drug addiction. Students will often propose short project and pick documentary about big topics such as AIDS and drug addictions. നല്ല സബ്ജക്റ്റാണ്. സാധാരണ മുമ്പുള്ള കുട്ടികളൊക്കെ ചെയ്യാൻ നോക്കിയിട്ട് പലപ്പോഴും ഉപേക്ഷിച്ച് കളഞ്ഞാണ് നമ്മളിവിടെ കൊടുക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് എയ്ഡ്സിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷനെ കുറിച്ച് ചെയ്താണ് നമ്മുടെ പുഴയുടെ അക്കരെ പോയിട്ട് ആളുകൾ കുടിച്ച് ബോധം കെട്ട് കിടക്കുന്നതും വള്ളത്തെ കയറി സാധനമായിട്ട് ഇപ്പുറത്ത് വരുന്നതും മയക്കുമരുന്നും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നവരുടെ ജീവിതത്തിൻ്റെ ഒരു നാരോ ലൈനായിട്ട് പോയി പലരും ഷൂട്ട് ചെയ്തെങ്കിലും അത് ഫിനിഷ് ചെയ്ത് ഇവിടെ തന്നില്ല. ഒരു പെൺകുട്ടി ഒരു പ്രാവശ്യം ഡ്രഗ് അഡിക്ഷനെ കുറിച്ചിട്ട് കൃത്രിമമാക്കി ഉണ്ടാക്കിയൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അതിൽ അവർ തോറ്റുപോവുകയാണ് ചെയ്തത്. കാരണം അത് നന്നായിട്ട് റിസർച്ച് ചെയ്തിരുന്നില്ല. അവരെ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴത്തേനും അവരോട് ചോദിച്ചതിന് അവർക്ക് വ്യക്തമായ മറുപടി പറയാൻ പറ്റിയില്ല. അങ്ങനെ ആ റിസർച്ച് ചെയ്യാതെ ചെയ്ത പ്രോജക്റ്റിൽ അവർ തോറ്റുപോയി. 2 പ്രാവശ്യം എഴുതിയിട്ട് ഇപ്പോഴും ജയിച്ചിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കല്യാണം കഴിച്ച് പോയതിന് ശേഷം നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു. ആ സബ്ജക്റ്റ് ആരോ ഫ്രണ്ട്സുമായിട്ട് ചേർന്ന് എടുക്കുകയും അതിലെടുത്തുകൊണ്ടുവന്ന ഷോർട്സുകളൊന്നും നമ്മളെ കാണിക്കാതെ അവർ തന്നെ പരീക്ഷയുടെ അന്നുകൊണ്ട് പ്രസൻറ്റ് ചെയ്യുകയും പരാജയം ഏറ്റുവാങ്ങി പോവുകയും ചെയ്തു. മോസ്റ്റ് പീപ്പിൾ ഫൈൻഡ് ദാറ്റ് ദെയർ നോളജ് ഈസ് വെരി ജനറലി ആൻഡ് ദാറ്റ് ദി archive of available images in limited. Choosing such a project means doing research. A student of mine wanted to make a video about stress and how to combat in the college life. കോളേജ് ലൈഫിൻ്റെ സ്ട്രെസ് ഉണ്ടോ അല്ലെങ്കിൽ അതെങ്ങനെ എൻജോയ് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത പ്രോജക്റ്റുകളുണ്ട്. എ സ്റ്റുഡൻറ് ഓഫ് മീൻ വാണ്ടഡ് ടു മേക്ക് എ വീഡിയോ അബൌട്ട് സ്ട്രെസ് ആൻഡ് ഹൗ ടു കോംബാറ്റ് ഇൻ കോളേജ് ലൈഫ്. ടു ഡൂ സോ, പ്രത്യേകിച്ച് ഡ്രഗ് അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് കോളേജിലേക്ക് സ്റ്റുഡൻസുകൾ ഈ പ്രോജക്റ്റ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. അതിന് കൂടുതൽ മാർക്ക് കിട്ടുന്നതാണ്. ഈ എയ്ഡ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഞാൻ കുറേ സബ്ജക്റ്റ് പറയാം. ഈ പലപ്പോഴും നമ്മൾ ഈ ക്ഷേത്രങ്ങൾ അങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ, ഇപ്പം അശ്വിൻ ചെയ്തൊരു പ്രോജക്റ്റ് ഉണ്ട് ക്ലീനിങ്ങിനെ കുറിച്ചും നീറ്റായിട്ടുള്ള സുൽത്താൻ ബത്തേരി, സുൽത്താൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പേരിൽ പുള്ളി പേരിനോട് പറഞ്ഞ് ഓർക്കുന്നില്ല. അപ്പോൾ ആ വർക്കിൽ അവിടുത്തെ നീറ്റ്നെസ്സെ കുറിച്ച് അദ്ദേഹം കൊണ്ടുവന്ന ഷോർട്സ് ഞാൻ കണ്ടു. അശ്വൻ കൊണ്ടുവന്ന ഷോർട്സുകളിൽ വളരെ മെനക്കെട്ട് അവരത് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ അവർ അവരുടെ ആ സബ്ജക്റ്റ് ബേസിൽ അത് മെച്ചപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ വയ്ക്കുന്ന സബ്ജക്റ്റ് ഒരു ഗാർഹിക പീഡനം അനുഭവിക്കുന്ന സ്ത്രീകളെ കുറിച്ചിട്ട്, കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടുള്ളത്, എയ്ഡ്സ് രോഗികളെ കുറിച്ചിട്ടുള്ള, ഡ്രഗ് അഡിക്ഷനെ കുറിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ശ്വാസകോശത്തെ സംബന്ധിച്ച് പുകവലി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടുള്ള, ഇങ്ങനെ ഒത്തിരി സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് പ്രോജക്റ്റായിട്ട് എടുക്കാം. വൺ ഓഫ് ദി ഇഷ്യൂ ഹാവ് ഹെൽത്തി ഡയറ്റ് ആൻഡ് എക്സർസൈസ്. ഹെൽത്തി ഡയറ്റിനെ എക്സർസൈസിനെ കുറിച്ചിട്ട് ഇതൊക്കെ വിദേശ രാജ്യങ്ങളിൽ കൊടുക്കുന്ന സബ്ജക്റ്റുകൾ. യു നീഡ് ടു മേക്ക് എ സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഡയറ്റ് ഇൻ ദി വോയിസ് ഓവർ ദാറ്റ് ആർ ട്രൂ ആൻഡ് ഒതൻറ്റിക്സ്. അത് പലപ്പോഴും നമ്മൾ ഡോക്ടറെ സഹായം തേടി വരും, നമ്മൾ ഒത്തിരി സെർച്ച് ചെയ്യേണ്ടി വരും, അതിനെക്കുറിച്ച് ഗൈഡൻസ് ചോദിച്ചിട്ടൊക്കെ ആയിരിക്കണം അത് ചെയ്യേണ്ടത്. അപ്പോൾ അതിനകത്ത് കുറേ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ്, സത്യസന്ധമായ ഇൻഫർമേഷൻസ്, ന്യൂട്രീഷൻസിനെ കുറിച്ച് ഇൻഫർമേഷൻസ്, ജിമ്മ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും, ഓൾ ഓഫ് ദി റിക്വയർമെൻറ്റ് ദി റിസർച്ച്. ഓബിയസ്ലി റിസർച്ച് ടേക്ക് ടൈം ആൻഡ് സം ടൈം മണി ഇഫ് യു ഹാവ് ടു ട്രാവൽ ടു റിസർച്ച് എ ലൊക്കേഷൻ ഓർ വിസിറ്റ് എ ലൈബ്രറി. ഈ റിസർച്ച് എന്ന് പറയുന്നത് ചുമ്മാ പിള്ളേർ കളിയല്ല. അതിന് ചില പണം മുടക്കാറുണ്ട്. പണം മുടക്കേണ്ടി വരും, ചിലടത്ത് പോകേണ്ടി വരും, ചിലരെ കാണേണ്ടി വരും, പിന്നെയും പോകേണ്ടി വരും, പിന്നെയും നോക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിന് പണം ചിലവാകും, സമയം ധാരാളം ചിലവാകും. എന്നിട്ട് നമ്മൾ ഒതൻറ്റിക്കായിട്ട് പറയാൻ പോയാണ് കാര്യങ്ങൾ.
Before you can order a copy of image or the text of particular statistics, you have to find them. The emergency of the World Wide Web has made research either both the getting information and finding images. Clearly, picture libraries and photo agencies will become prime use to the web because they can show their product online, sell in online, and even delivered to online in one of the picture file formats such as TIFF or JPG. ഇപ്പം നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫോട്ടോസുകളൊക്കെ വിലയ്ക്ക് വാങ്ങാൻ കിട്ടും നെറ്റ് വഴി. അതിനൊക്കെ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. നല്ല സ്റ്റിൽസുകൾ വേണ്ടി വരും, ന്യൂട്രീഷൻ, ഫ്രൂട്ട്സിന്, ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്ത് അതിനകത്ത് ചേർക്കാൻ വേണ്ടി പലപ്പോഴും നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. അത് JPG, TIFF ക്വാളിറ്റീസിലുള്ള ഫോട്ടോസുകൾ വിൽക്കാനായിട്ട് കിട്ടുന്നു. ഓൺലൈൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചത് ഡോക്യുമെൻ്ററി ഭാഗമാക്കാൻ വേണ്ടി പണം മുടക്കേണ്ടി വരും. ദി കോസ്റ്റ് ഓഫ് ഡിജിറ്റലൈസേഷൻ ഓഫ് ഫോട്ടോ ലൈബ്രറി ഈസ് ഹൈ, but it is the way for the future because commercially using the pictures are now able to buy pictures as digitalized field ready to download on their computer and manipulated in a program like Adobe Photoshop. It also simplifying the type of search a collection of images you want. This will be particularly relevant to production of website and CD-ROMs, DVD program. For while most writers should be preparing themselves, technology change the way to have to think about media. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലൈബ്രറിയിൽ നിന്ന് ഫോട്ടോ എടുക്കുക, ഫോട്ടോഷോപ്പിൽ കൊണ്ടുവന്ന് ലേഔട്ട് ഉണ്ടാക്കുക, ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുക, ഇതെല്ലാം ഈ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ആവശ്യമുള്ളതാണ്. അനദർ എക്സ്പ്ലെയിൻ ടു റിസർച്ച് ഈസ് കളക്ടിങ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ അബൌട്ട് ദി പ്രൊഡക്റ്റ് ഓഫ് പ്രോസസ് ഓഫ് കോർപ്പറേറ്റീവ് പ്രോഗ്രാംസ്. കോർപ്പറേറ്റ് പ്രോഗ്രാംസിന് പലപ്പോഴും നമ്മൾ ഒരു കോർപ്പറേറ്റ് നിങ്ങളോട് പറയണം. റിലയൻസിൻ്റെ വർക്കുകൾ ചെയ്യുന്ന കുറേ കുട്ടികളുണ്ട്. നിലമ്പൂരൊക്കെ പഠിച്ച, ഇവിടെ കുറച്ചാണ് മുമ്പ് പഠിപ്പിച്ച നവാസ് എന്നൊക്കെ പറഞ്ഞ് അവർ റിലയൻസിൻ്റെ വർക്കുകളാണ് ചെയ്യുന്നത്. റിലയൻസ് കൊടുക്കുന്ന, ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്ന, ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അവരുടെ റിസർച്ച് വിഭാഗത്തിന് അയച്ചു കൊടുക്കുക. അത് ചിലപ്പോഴും പിന്നെ ഗ്രാമീണമായ പല ചെറിയ ചെറിയ സബ്ജക്റ്റാണ് അവർക്ക് കൊടുക്കുന്നത്. ഒരു മാസം 10,000-25,000 രൂപയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ. അപ്പോൾ ഉദാഹരണത്തിന് ഒരു കോർപ്പറേറ്റിന് ആവശ്യമായ കോർപ്പറേറ്റ് കമ്പനികളാണത്, വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനി. അവരെക്കുറിച്ച് നമ്മളൊരു കാര്യം ചെയ്യാനാണ് പറയണമെങ്കിൽ ഞാനങ്ങനെ പണ്ട് ഗുഡ് നൈറ്റ് മോഹൻ്റെ കൊതുകിൻ്റെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ കൊതുക് തിരി ഉണ്ടാകുന്ന മോഹൻ സാറിൻ്റെ ആ ഗുഡ് നൈറ്റ് കൊതുക് തിരിയെ കുറിച്ചിട്ട് മാത്യു പോൾ എന്ന് പറഞ്ഞ എൻ്റെ ഗുരുവിനോടൊപ്പം ഒരു റിസർച്ച് വർക്കും അതിനുശേഷം അതിൻ്റെ ഡോക്യുമെൻ്ററിയും ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അന്ന് ഞങ്ങൾ ഒത്തിരി റിസർച്ച് ചെയ്തിരുന്നു ഈ ഗുഡ് നൈറ്റ് പ്രോഡക്റ്റുകളെക്കുറിച്ചും. അത് കോർപ്പറേറ്റ് ആയിരുന്നു, മൾട്ടിനാഷണൽ കമ്പനി പോലെയായിരുന്നു അത് പ്രവർത്തിച്ചിരുന്നു. അന്ന് അവരുടെ രീതികളും അവരെങ്ങനെയാണ് ഇത് കൊണ്ടുവരുന്നത്, അവരെങ്ങനെയാണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന ഇൻകം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും എല്ലാ ഡോക്യുമെൻ്ററിക്കകത്ത് ചെയ്യാൻ ഒത്തിരി റിസർച്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇതൻ നമ്മുടെ സ്വന്തം അനുഭവം. ദീസ് പീപ്പിൾസ് ആർ സംടൈം നോൺ ആസ് സബ്ജക്ട് മാറ്റർ എക്സ്പേർട്സ് ഓർ there is particularly truth of concerned technical. You have to learn enough about the subject to be able to make a decision about what is relevant in interesting the design target audience. If you can write about the medical production placement, for example, you have to pick a brain of a cardiology. This means you have to know how to get the right people and how to formulate the right question. In a corporate context, your client usually guide you meet of concern your needs. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചിലപ്പോൾ കോർപ്പറേറ്റുകൾ തന്നെ നമ്മളെ സഹായിച്ച് റിസർച്ചിന് വേണ്ട എല്ലാ മെറ്റീരിയൽസും എടുത്തു തരാറുണ്ട്. വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഈ കാര്യങ്ങൾ നമ്മളെപ്പോഴും റിസർച്ചിൻ്റെ ഭാഗമായിട്ട് എന്താണോ സബ്ജക്റ്റ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫയൽസുകളും നെറ്റുകളും നോക്കുകയും വേണ്ട ഷോർട്സ് എടുക്കുകയും
ഇപ്പോൾ കോഴിക്കോട് ജേണിറ്റ് ഇസ്ലാമിനെ കുറിച്ചിട്ടൊരു ഡോക്യുമെൻ്ററി പണ്ടേ ചെയ്തപ്പോൾ അവരുടെ എല്ലാ സംവിധാനവും അവർ ഫോട്ടോഗ്രാഫറെയൊക്കെ തന്നിട്ട് നമ്മൾ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് വേണ്ട ഷോട്ട്സുകളെല്ലാം അറേഞ്ച് ചെയ്ത് അവർ ചെയ്തു തരികയും ആളുകളെ അസംബ്ലി ചെയ്യുകയും എല്ലാം ചെയ്തു തന്ന് അവരുടെ പ്രക്രിയകൾ, പ്രാർത്ഥനകൾ, അവരുടെ രീതികൾ, അവിടെ അറബിയിൽ സന്ദർശിച്ച് ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് മിങ്കിൾ ചെയ്തിട്ട് അവിടുത്തെ പഴയ ബുക്സുകൾ കാര്യങ്ങൾ നോക്കിയിട്ടൊക്കെയാണ് ഒരു പ്രാവശ്യം നമ്മളത് ചെയ്യാനുണ്ടായി. അപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസാണ് പറയുന്നത്. അത് ഇതിനകത്ത് പറയേണ്ട കാര്യം, അറ്റ് വാട്ട് സ്റ്റേജ് ഓഫ് യു ഹാവ് റിസർച്ച് സം കൈൻഡ് ഓഫ് റിസർച്ച് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻസ് ഇൻ യൂഷ്വലി നെസസറി ടു ഗെറ്റ് ഗോയിങ് ആൻഡ് സ്റ്റിമുലേറ്റ് യുവർ തിങ്കിങ്. So it logically precedes everything you research could also come later in respond. You have need to know about specific thinking in order to make a acoustic statement. At least stage you may need to audience research if you produce you can commercially purposeful. നമ്മൾ കൊമേഴ്സ്യലി പർപ്പസ്ഫുൾ ആയിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ സെയിം കൈൻഡ് ഓഫ് റിസർച്ച് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി. ഒരു പരസ്യം ചെയ്യാനാണേലും ഒരു പ്രോഡക്റ്റിന്, ഇപ്പോൾ കോൾഗേറ്റിൻ്റെ ഒരു പരസ്യം ചെയ്യുമ്പോൾ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അസോസിയേറ്റഡ് ഡൂളിംഗ് മേക്കിംഗ് ടു ഡ്രോയിങ് ഡയഗ്രാംസ് ആൻഡ് സ്കെച്ചിങ് ഇമേജസ് ഇൻ സ്റ്റോറി ബോർഡ് സീക്വൻസ് യൂഷ്വലി ഡസ് ടു ട്രിക്ക്. ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ഓഫ് ദിസ് പ്രോസസ് is feel free thinking visually, whatever comes to mind. Very little should be rejected stage by very nature. This kind of writing product more material than you will finally need on use to, therefore the layers and necessary to selective editing process. Sooner or later you need make to some kind of outline. One good way to work your program is to outline to listing key sequence, key images, image to card. They allow you to shuffle the order experience to find the most logical or the most meaningful order. Logic is not the only way the communication through the sometimes visual communication work best by being on emotional communication such as showing and shocking images that distract the viewers. Visual expression is not the same to write easy in English composition. For example, there is good verbal equivalent for the kaleidoscopical montage. പലപ്പോഴും നമ്മൾ മുണ്ടാഷ് പല കാര്യങ്ങളും ഈ സബ്ജക്റ്റിനെ കുറിച്ച് നന്നായി പഠിച്ച് പല മെത്തേഡ്സ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് മനസ്സിലാക്കി അതിനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വളരെ വ്യക്തതയോടെ വേണം നമ്മൾ ഒരു കാര്യം റിസർച്ച് ചെയ്തതിനു ശേഷം പ്രസൻറ്റ് ചെയ്യേണ്ടി വരുന്നത്.